കണ്ണൂർ ചെറുപുഴ പഞ്ചായത്തിലെ മീന്തുള്ളിത്തുരുത്തിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച തിരുവനന്തപുരം കല്ലിയൂർ കിഴക്കേ തെറ്റിവിള രാജേഷ് ഭവനിൽ രാജേഷിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തി. രാജേഷിന്റെ മരണം വേദനാജനകമെന്നും അദ്ദേഹത്തിന്റെ വീട് പണി പൂർത്തിയാകുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയും അവിടെ എത്തി അദ്ദേഹത്തിന്റെ കുടുംബത്തെ കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. എല്ലാവരും വളരെയധികം വേദനയോടെ കേൾക്കുന്ന ഒരു വാർത്തയാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്തരത്തിൽ രക്ഷിക്കാൻ പോകുന്നവരുടെ മരണവാർത്ത. ശരിക്കും പറഞ്ഞാൽ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവരെക്കാളും ഏറ്റവും കൂടുതൽ ദുഃഖം ആരെയെങ്കിലും സഹായിക്കാനായി ഇറങ്ങിത്തിരിച്ചവരുടെ മരണമാണ്. അവരെ എന്തിനാണ് ദൈവം ഇത്തരത്തിലൊരു ക്രൂര നടപടിയോടെ വേട്ടയാടുന്നത് എന്നതാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത്. കർണാടക വനത്തിലെ മുന്താരിയിൽ നിന്നും കാനം വയലിലൂടെ ഒഴുകി പുള്ളിങ്ങോത്ത് എത്തുന്ന കരിയങ്ങോട് പുഴയിൽ ഇരുവരമ്പ് കാനാപീടികയ്ക്ക് സമീപം കോച്ചേരിത്തുരുത്തിൽ നിന്നാണ് രാജേഷിന്റെ മൃതദേഹം ലഭിച്ചത്. പുഴയ്ക്ക് നടുവിലെ തുരുത്തിൽ ഓടക്കാടുകൾക്കിടയിൽ മലർന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച പകൽ 12:45 ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്ന റാഫ്റ്റേഴ്സ് സംഘം ബോഡി കണ്ടെത്തി. ശനിയാഴ്ച വൈകിട്ട് കർണാടക വനത്തിലും ഒത്തിരി കോഴിച്ചാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഉണ്ടായ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും കാര്യംകോട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. പുഴ കരകവിഞ്ഞതും തുടർന്ന് തുരുത്തിൽ ഒറ്റപ്പെട്ട കർഷകൻ ബെന്നിയെ രക്ഷിച്ച് കൂട്ടുകാർക്കൊപ്പം തിരിച്ചു പുഴ കടക്കുമ്പോഴാണ് നീന്തൽ പരിശീലകനായ രാജേഷിന് കുത്തൊഴുക്കിൽ നിന്ന് പിടിവള്ളി പോലും കിട്ടാതെ പിടിവിട്ടുപോയത്. രാജേഷ് കുത്തൊഴുക്കിൽ കയറിൽ നിന്ന് പിടിവിട്ട് കാണാതാവുകയായിരുന്നു. മീന്തുള്ളി വാട്ടർഫാൾസിലെ പരിശീലകനായ രാജേഷും സുഹൃത്തുക്കളായ ഷിബിനും റാഫ്റ്റർ ജിതിനും ചേർന്ന് കരകവിഞ്ഞൊഴുകുന്ന പുഴ നീന്തിയാണ് ബെന്നിയെ രക്ഷിക്കാൻ തുരുത്തിലെത്തിയത്. രാജേഷ് തന്റെ ലൈഫ് ജാക്കറ്റ് ബെന്നിക്ക് നൽകി തിരിച്ചു പുഴ കടക്കവയെ തന്നെയാണ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. നീന്താൻ ശ്രമിച്ചെങ്കിലും മുങ്ങിപ്പോവുകയായിരുന്നു. തണുത്ത ശരീരം കോച്ചിപ്പിടിച്ചതാകാം കാരണമെന്ന് സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. നീന്താൻ പോലുമുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. എവിടെ ഇട്ടാലും നീന്തി തുടിക്കുന്ന അല്ലെങ്കിൽ നീന്തി കരയ്ക്കെത്താൻ പറ്റുന്ന രീതിയിലാണ് രാജേഷ് ട്രെയിൻ ചെയ്തത്. എന്നാൽ ആ ഒരു സമയത്ത് അതൊന്നും തന്നെ വർക്കായില്ല എന്നത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനെ കൊണ്ടത് കഴിഞ്ഞില്ല എന്നതുകൂടി ഒരു സത്യമാണ്. നീന്താൻ ശ്രമിച്ചെങ്കിലും മുങ്ങിപ്പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിൽ തണുത്ത ശരീരം കോച്ചി പിടിച്ചതായിരിക്കാം നീന്താൻ പറ്റാതെ പോയതെന്നും പറയുന്നു. സാഹസികത എന്നും ഹരമായിരുന്നുവെന്നും രാജേഷ് മുൻപ് വയനാട്ടിലും രക്ഷാപ്രവർത്തനത്തിന് പോയിട്ടുണ്ടെന്നും പറയുന്നു. അഡ്വഞ്ചർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്ലബ്ബായ ആഡംസ് ക്ലബിന്റെ പ്രസിഡന്റായ രാജേഷ് ഇടവരമ്പിലെത്തിയത് ത്രോബോളിൽ ദേശീയ ടീം അംഗവുമാണ്. വിവരമറിഞ്ഞ് ഞായറാഴ്ച തിരുവനന്തപുരത്ത് നിന്നും ജ്യേഷ്ഠ സഹോദരിമാരായ SP ബിനിൽ, റാണ സുകുമാരൻ, കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം K മഹേഷ് തുടങ്ങിയവരെ തന്നെ 20 പേർ പുളിങ്ങോത്ത് എത്തിയിരുന്നു. 2 വർഷം മുൻപ് രാജേഷിന്റെ ഇളയ സഹോദരൻ രഞ്ജിത്ത് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു. ഭാനുവിന്റെ പേര് ഷാഫിയ, മക്കളുടെ പേര് അർഷൻ, അഭിഷേക്, സഹോദരിയുടെ പേര് ആശ.